എടാ പോളെ, നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമാവോ? എന്ത് കുഴപ്പമുണ്ടാവാനാ? അല്ല, ആ ഡോക്ടർ അയാളുടെ അച്ഛനും ഒക്കെ ഇവിടുത്തെ വലിയ പ്രമാണിമാരാന്നല്ലേ പറയുന്നത്. നമ്മൾ അതൊന്നും നോക്കണ്ട. രക്ഷപ്പെടാൻ ദൈവം കാണിച്ചെന്നിരിക്കുന്ന വഴിയാ. എടാ, മനോഹരമായ വീട്, രുചികരമായ ഭക്ഷണം, ആവശ്യത്തിനുള്ള പണം. ആ വക്കച്ചൻ നമ്മളെ പെരുവഴിയിൽ ഇറക്കി വിട്ടെങ്കിലും യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അയാളോടാ. യമുനയെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് നല്ലൊരു നാടക ട്രൂപ്പ് തുടങ്ങാം. ആദ്യത്തെ നാടകം എങ്കിലും എന്റെ അയ്മനം അമ്മിണി. എന്നിട്ട് വേണം വക്കച്ചനെ പോലെ എനിക്കും ഒരു കീപ്പിനെ വെച്ചോണ്ട് കിടക്കാൻ. അതല്ല, രണ്ടെണ്ണത്തിന് വണ്ടി ഇതേപോലെ ഇറക്കി വിടാൻ. അത് ശരി. യമുനയെ നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്തുന്ന നീ പറയുന്നത്? അതൊക്കെ വഴിയുണ്ടാക്കാം. നിനക്ക് വേറൊരു കാര്യം അറിയണോ? നമ്മൾ ഇവിടെ വന്നു പെട്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് നിനക്കാ. എങ്ങനെ? നീ യമുനയെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോരുന്നു. യമുനയുടെ അമ്മയുടെ കഷ്ടകാലത്തിന് അവർ യമുനയെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ തീരുമാനിക്കുന്നു. അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുന്നു. നീ പറഞ്ഞതുപോലെ യമുനയെ ഞാൻ കല്യാണം കഴിക്കുന്നു, ഈ വീടും സ്വത്തുക്കളെല്ലാം കൈവശം വെക്കുന്നു, നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടുന്നു. ഇറക്കി വിടുന്നോ? അല്ലെങ്കിൽ നിന്നെ എനിക്ക് നേരത്തെ അറിയാം. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവനാ നീ. അതൊക്കെ പോട്ടെ, യമുനയെ രക്ഷപ്പെടുത്താൻ നീ എന്ത് വഴിയെ കണ്ടിരിക്കുന്നു? അത് പറഞ്ഞാൽ നീ ഞെട്ടരുത്. ഇല്ല, പറ. ഒരു വഴിയും കണ്ടിട്ടില്ല. നിന്റെ അപ്പം സലാം. ഈ ഭ്രാന്തന്മാരുടെ കൈക്കൊക്കെ ഇത്രയും ബലം ഉണ്ടാവോ? സ്വബോധമുള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ. ആ ദുഷ്ടൻ ഞെക്കിയതിനേക്കാളും കടുപ്പത്തിലാണല്ലോ നീ ഞെക്കുന്നത്. അമ്മച്ചി അവിടെ പോയി, അമ്പലത്തിൽ പോയി. എനിക്ക് വേണമെന്ന് പറഞ്ഞ എന്തു പറ്റി മക്കളെ? ഒന്നുമില്ല അമ്മച്ചി, ഇവൻ പ്രാന്താശുപത്രിയില്. ഭ്രാന്താശുപത്രി പോകുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ബസ്കി എടുത്തു. ബസ്കിയോ? എക്സസൈസ്. ഞാൻ വെള്ളം ചൂടാക്കി തരാം. നല്ലോണം ആൾ പിടിച്ചാൽ മതി, വേദന മാറും. അതൊന്നും വേണ്ട അമ്മച്ചി, ഇവനൊക്കെ ഒരു പതിവാ. നേഴ്സുമാരുടെയും സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും കണ്ണ് വെട്ടിച്ച് ആ പെണ്ണിനെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഊരിക്കൊണ്ട് പോരണമെങ്കിൽ നമ്മൾ വല്ല മന്ത്രവാദികളും ആയിരിക്കണം. അമ്മച്ചി, കാശൊരു പ്രശ്നമല്ലെങ്കിൽ ഈ പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്നും പറഞ്ഞ് എന്തിനാണ് അതൊക്കെ വലിഞ്ഞേറി ഏക്കാൻ പോയത്? അത് ഇത്രയും കൊനഷ്ടമുള്ള ഏർപ്പാടായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? അതെ, ആ അമ്മച്ചിയോട് ഒന്നും മിണ്ടാതെ നമുക്ക് രാഖി രാമായണം അങ്ങ് മുങ്ങിയാലോ? അത് നിന്റെ പാരമ്പര്യം, എനിക്കത് വലിയ ശീലമില്ല. ശരിയാ, നിനക്ക് മുങ്ങുന്ന ശീലമില്ല, മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ. ഒരുമാതിരി അരിവർത്ത വർത്താനം എന്നോട് പറയരുത്. ഡയലോഗ് അടിക്കാൻ സ്റ്റേജ് അല്ല, പബ്ലിക് റോഡാ. പബ്ലിക് റോഡും പെട്രോൾ ബങ്കും ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിണ്ടിമന പോൾരാജ്. സ്റ്റേജിൽ ഡയലോഗ് തെറ്റിക്കുന്നതിന് ആ വക്കച്ചൻ നിന്നെ പിടിച്ച് അമ്മാനമാടി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞതാ നിന്നെ ഞാൻ? എന്ത് ഇവിടെ? ആത്മാർത്ഥ സുഹൃത്തിനെ മർദ്ദിക്കാൻ വേണ്ടി മാത്രം വിവരം കെട്ട തെണ്ടിയല്ല ഞാൻ. ഐ ലവ് യു. എന്താ എത്ര പെട്ടെന്ന് ഐ ലവ് യു? അത് നിനക്ക് മനസ്സിലായില്ല? എനിക്ക് വിശക്കുന്നു. നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വിശാലമായിട്ട് കഴിച്ചാലോ? എന്നെ കൊണ്ടൊന്നും പറയരുത്. ആ പെണ്ണിനെ രക്ഷപ്പെടുത്താനുള്ള വഴി ഇപ്പൊ ഒലത്തിക്കളയാന്നും പറഞ്ഞിട്ട് നേരം കുറെ ആയല്ലോ, ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ.
ഇതിപ്പോ സാധാരണ ടൈപ്പ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ 19 വഴികളുണ്ട്. ഭ്രാന്താശുപത്രി ആയിപ്പോയില്ലേ? കിട്ടിയ ഐഡിയ. എന്തോന്ന് ഐഡിയ? നാടകത്തിൽ നീ ഭ്രാന്തനായിട്ട് കലക്കുന്നതല്ലേ, ആ. യഥാർത്ഥ ജീവിതത്തിലും ആ കളി ഒന്ന് കളിച്ചു നോക്കിയാലോ? ട്രിപ്പ് കൊടുത്തില്ലേ? അത് മതി. ആ യെസ്. നമസ്കാരം ഡോക്ടർ. ആ മതി. നമസ്കാരം. ഇരിക്കും. താങ്ക്സ്. ഈ കോസ്റ്റ്യൂമർ എവിടെ പോയി കിടക്കുക? ഇവനൊക്കെ ഡ്രസ്സ് വെക്കാൻ ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. സമയത്തിന് ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പാക്കപ്പ് ചെയ്തിട്ട് പോകും കേട്ടോ. ഇരിക്കും. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരിക. ഓഹോ. ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്ത് പ്രശാന്ത്. ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്ന് ഇപ്പോ നോർമൽ അല്ല. മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് കറുത്ത കണ്ണടയും വെച്ച് എപ്പോഴും ഈ നടപ്പാ. ഇന്നലെ അമരത്തിലെ മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് കരയിൽ കിടന്ന വഞ്ചികളെല്ലാം കടലിൽ ഇറക്കിയിട്ടു. ആ മുക്കോമാരെല്ലാം കൂടെ ചേർന്ന് പൊതിരെ തല്ലി. എന്റെ മക പരൂഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. കാക്ക മലന്ന് പറക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോയി? എന്താണ്ടാ മുണ്ടാട്ടം മുട്ടിപ്പോയ എന്റെ മകളെ ഞാൻ വക്കീലാക്കും, ഡോക്ടറാക്കും, കളക്ടറും ആക്കും. ഇതൊന്നും അല്ല, ചിലപ്പോ മോഹൻലാൽ ദേഹത്തേറും. ഡോക്ടർ, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ്. ഇതൊക്കെ സഹിക്കാം. ചിലപ്പോ ആദ്യ ഭാവത്തിൽ അഭിലാഷാവുമ്പോഴാണ് ഏറ്റവും കുഴപ്പം. നിന്ന നിൽപ്പിൽ ഉടുത്തിരിക്കുന്ന തുണി എല്ലാം പറിച്ചു കളയും. അതിനാ ഞാൻ ഈ ബെൽറ്റ് ഇട്ടിരിക്കുന്നത്. പേരെന്താന്ന് പറഞ്ഞേ? പോൾരാജ്. നിങ്ങളുടെ പേരല്ല? ഓ, പ്രശാന്തിന്റെ. പ്രശാന്ത്. എന്തൊക്കെയുണ്ട് പ്രശാന്ത് വിശേഷങ്ങൾ? അയ്യോ ദേ വെറും പ്രശാന്ത് അല്ല, കെ പ്രശാന്ത്. ഓക്കെ ഓക്കെ. ആ നോട്ടെ. ഇതത്ര സീരിയസ് ആയ അസുഖമല്ല. ഒരു സിനിമാ നടനാകാൻ കഴിയാത്തതിലുണ്ടായ ഡിപ്രഷനാ. അയ്യോ അങ്ങനെയല്ല ഡോക്ടർ. 2-3 സൈക്യാട്രിസ്റ്റുകളെ കാണിച്ച ഒരു കുറവുമില്ല. ഇവിടെ അഡ്മിറ്റ് ചെയ്തേ വെക്കൂ, ഇല്ലെങ്കിൽ ആകെ കുഴപ്പമാ. ഒരു കുഴപ്പമില്ല. ഞാൻ മരുന്ന് ചെയ്ത് തരാം. കുറച്ചു ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. അയ്യോ അങ്ങനെ പറയരുത് ഡോക്ടർ. അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. രാജകുടുംബത്തിൽ പറഞ്ഞ പയ്യനാ. എത്ര രൂപ മുടക്കാനും തയ്യാറാ. അഡ്മിറ്റ് ചെയ്യാൻ മാത്രം ഒന്നുമില്ലെന്നേ. നീ കിരീടത്തിലെ കീരിക്കാടൻ ജോസിന്റെ അടി കണ്ടിട്ടുണ്ടാ? ഞാൻ പറഞ്ഞില്ലേ സീരിയസ് ആണെന്ന്. ആദ്യമേ പറഞ്ഞു. നിനക്ക് ഇവരെ കൊണ്ട് ഷോക്ക് കൊടുക്കുക. ഷോക്കൊന്നും വേണ്ട ഡോക്ടർ, അത്രയ്ക്ക് മൂത്തിട്ടില്ല. എന്നെ വിടൂ. ഞാൻ ജീസസ് എന്ന ചിത്രത്തിലെ യേശു ക്രിസ്തുവാണ്. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. എന്നെ അടിക്കൂ ഡോക്ടർ. പാവം. ഇതാ ഞാൻ ഈ കൈ കൊണ്ട് ഡോക്ടർ അടിച്ച്. ഡോക്ടർ സോറി, എനിക്ക് അറിയാതെ പറ്റിപ്പോല. എന്നോട് മാപ്പ് തരണം ഡോക്ടർ. ഡോക്ടർ മാപ്പ് കൊടുക്ക. ഈ സില്ലി പ്രശ്നം. ഷോക്ക് വേണ്ട. സെല്ലടക്കേ. അയ്യോ സെല്ല് വേണ്ട ഡോക്ടർ, ജൽവാട് മതി. അതെ, സെല്ലിൽ അടച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. വിചാരിക്കുന്ന പോലെ? ചികിത്സ അതെ, വളരെ കോംപ്ലിക്കേറ്റാ. നോ 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 നോ. ഇങ്ങനെ വേരിയേഷൻ ആണെന്ന് രോഗിയുടെ ജനറൽ വാർഡ് അഡ്മിറ്റ് ചെയ്തുകൂടാ. സെല്ലിൽ തന്നെ അടക്കണം. കൊണ്ടുപോയിക്കോളൂ. അയ്യോ സെല്ല് വേണ്ട, എന്നെ വിടൂ. എന്നെ വിടാൻ സെല്ല് വേണ്ട എനിക്ക്. ഒരു കൂട്ടിന് ഞാനും കൂടെ സെല്ലിൽ കിടന്നോട്ടെ. ഐ സേ ഗെറ്റ് ഔട്ട്. ചേട്ടന്റെ വീട് എനിക്ക് സെല്ലിൽ അടയ്ക്കാൻ പാത്തുള്ള പ്രാന്തായിട്ടില്ല. ചേട്ടാ, പടിപ്പടിയായിട്ടില്ലേ പ്രൊമോഷൻ വേണ്ടത്? ആദ്യം ജനറൽ വാർഡ്, പിന്നെ സ്പെഷ്യൽ വാർഡ്, പിന്നെ സെൽ, പിന്നെ ഷോക്ക്. ഷോക്ക് നിന്റെ തന്തയ്ക്ക് കൊടുത്താൽ മതി. അയ്യോ വയലന്റ് ആവരുത് ചേട്ടാ. മുട്ട അടിക്കേണ്ടി വരുമോ? മുട്ട ഞാൻ കൂടെ ഇവിടെ വന്നാ മതി. കാരണം അറിയണോ? വേണ്ട. പോളെ എന്നെ വിടും. പട്ടണം പാച്ചു. മാണിക്കത്ത് മാധവിയമ്മ. അവര് മരിച്ചിട്ട് 30 വർഷം കഴിഞ്ഞു. മുഖലക്ഷണമെന്ന് പറയട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്നെ 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നല്ല ലക്ഷണം കെട്ട മുഖമാണ്. മകന്റെ നാളെ ഏതാ? പൂണാർത്ഥം. പുടരുന്ന സ്വഭാവക്കാരനാണ്. മകനെ ഈ ആഴ്ചയിൽ 4 ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല, ബാക്കി 3 ദിവസം മോശമാണ്. ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും. മകന് 48 വയസ്സ് കഴിഞ്ഞാൽ 49 വയസ്സാകും. മകന്റെ മനസ്സിൽ 1-ന് 3-ന് ഇടയ്ക്കുള്ള സംഖ്യ വിചാരിച്ചു. 2 അല്ലേ? മോന്ത കണ്ട പട്ടി കഞ്ഞു കുടിക്കത്തില്ല.
ദോഷമില്ല മകനെ, ഗുണം തന്നെ. ഓ ഇറങ്ങി കുട്ടിച്ചാത്ത, ശരീരത്തിറങ്ങാൻ. എന്നെ പിടിയേട്ടാ, എനിക്ക് ജനറൽ വാർഡ് മതി. നീ അകത്ത് നിൽക്കായിരുന്നു. ഇറങ്ങി വേണം കണ്ണ് തെറ്റിയാ മതി. എന്തിന്? ദൈവം വരെ ആക്കരുത്. ദോഷം പറയരുത്. നിനക്ക് ഈ വേഷം നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. കലക്കൻ. കൊന്നുകളയും ഞാൻ. അവന്റെ ഒരു ഒടുക്കത്തെ പദ്ധതിയും പ്ലാനും ജനറൽ വാർഡെന്നൊക്കെ പറഞ്ഞിട്ടേ അവസാനം ഇപ്പൊ സെല്ലിനകത്തായി. അതെ, നിന്റെ ആക്ഷൻ കുറച്ച് കൂടി പോയതുകൊണ്ടാ. ചില്ലറ ഐഡിയാണോ ഡോക്ടർ ഇടിച്ചത്? നീയല്ലേ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാലിന്റെ കുറച്ച് ഓവറായിട്ട് അവനിക്ക്. മമ്മൂട്ടി മോഹൻലാലാണെങ്കിൽ ഡോക്ടർ ഇടിക്കോ? ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഇപ്പൊ എന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആരെങ്കിലും വരണം. നീ പേടിക്കാതെ, നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട്. എടാ, പരിശോധിക്കാനാണെന്നും പറഞ്ഞ് അവർ എന്റെ കുറെ രക്തം ദേഹത്തിന്റെ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തു. ഭ്രാന്തിന് എന്താണ് രക്തം പരിശോധിക്കുന്നത്? ഏത് ടൈപ്പ് ഭ്രാന്താണെന്ന് അറിയാനായിരിക്കും. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, ആ യമുന എവിടെയാണ് കിടക്കുന്നതെന്ന് പോയി നോക്കിയിട്ട് വാ. പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇവിടെ പോവാൻ. പ്രഭേ, ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ടായി. ഇപ്പൊ ഉറപ്പായി. പോ. എന്താ ഇവിടെ? ഞാൻ അറ്റൻഡർ തിരക്ക് വന്നതാ. അറ്റൻഡർ അവിടെ എങ്ങനെ കാണും? ഇവിടെ ആണുങ്ങൾക്ക് വരാനേ പാടില്ല. ഇത് ലേഡീസ് വാർഡാ. പൊയ്ക്കോളൂ. നമസ്തേ. എന്താ യമുനെ കണ്ടോ? കണ്ടു. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ കുട്ടി ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല. നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാ. പേടിത്തൊണ്ടൻ. നിന്നെ പോലത്തെ വിഡ്ഢികൾക്ക് സെക്യൂരിറ്റി വലിയ പ്രശ്നമായിരിക്കും. വളരെ കറക്റ്റാ. നിന്നെ പോലെ കോമൺ സെൻസ് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ചവിട്ടിക്കോടാ. ആശാന്റെ നെഞ്ചത്ത് തന്നെ കയറി ചവിട്ടിക്കോ. ആശാനോ? ഏത് വകയില്? കണ്ണിക്കണ്ട അമ്പലപ്പറമ്പിൽ മാട്ട നാടകം കളിച്ചുകൊണ്ടിരുന്ന നിന്നെ പിടിച്ചൊരു പ്രൊഫഷണൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആക്കി എന്നോട് തന്നെ നീ ഇത് പറഞ്ഞോടാ. പ്രഭാകര, ഒരു ജെന്യൂൻ സംശയം ചോദിച്ചോട്ടെ. ഇതിനകത്ത് കയറിയ ശേഷം നിനക്ക് ശരിക്കും വട്ടായോ? ദേ നോക്ക്. നോക്കുമെന്ന് വേണ്ട. വന്ന് നിനക്ക് എന്നെ എന്ത് പറയാമെന്നായിട്ട് ഞാൻ പറയുന്നതല്ലോ, നീ എന്നോട് പറയുന്നതല്ലേ. എടാ, എന്റെ ഐഡിയകളും പ്ലാനുകളും അനുസരിച്ച് എന്റെ ഒരു വാലായിട്ട് ഇങ്ങനെ എത്ര കാലം പുറകിക്കുന്നത് നിന്റെ വിചാരം? ഓ, നിന്റെ ഒരു ഐഡിയ. ഇടാ, യമുനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ നീ ഇതിനകത്ത് കയറി പറ്റിയത്, അല്ലേ? അതിന് ഇപ്പൊ നീ ഇതിനകത്ത് പെർമനന്റ് ആയി പോകുമെന്നാണ് എന്റെ പേടി. എടാ കഴിവേറി, നിന്റെ കൊനസ്റ്റ് പ്ലാൻ അനുസരിച്ച് ഞാൻ ഇതിനകത്തൊന്ന് പെട്ടത്. എനിക്കെന്തെങ്കിലും സംഭവിച്ച അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ വീട്ടുകാരെ ഞാൻ നോക്കിക്കൊള്ളാം. യമുനയുടെ അമ്മ തരുന്ന കാശിന്റെ ഒരു വിഹിതം നിന്റെ വീട്ടുകാരെ ഞാൻ ഏൽപ്പിച്ചേക്കാം. എന്താ പോരെ? അതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ? പിണങ്ങിയ അങ്ങനെ വഴിക്കുവാ. അത് നീ കലക്കി കൈതാ. അയ്യാ, കൊച്ചിനെ താഴെർന്നോ? നിർത്താൻ. പോയി കിടക്കാൻ. ഇങ്ങോട്ട് വന്നേ. ചെന്ന് കിടക്കാൻ. മുന്നോട്ട് ഞാൻ സാറേ നമസ്കാരം. അടങ്ങി കിടക്കാൻ. പ്രഭാര, കൊള്ളാം. നല്ല ഉറക്കം, നല്ല ആഹാരം, നല്ല സുന്ദരികളായ നേഴ്സുമാർ, ചുറ്റും നിനക്ക് പറ്റിയ കൂട്ടും. ഇക്കണക്കിന് നീ ഇവിടെ തന്നെ അങ്ങ് താമസമായി കളയോ? എന്നും കുന്നും നിന്റെ കൂടെയുള്ള താമസനൊക്കെ ഭേദ. നീ അവിടെ പോയി കിടക്കായിരുന്നു. യമുനയുടെ അമ്മച്ചിയെ കാണാൻ പോയിരുന്നു. ഓ, പിന്നെ അവിടെ പോയി കാശ് മേടിച്ചല്ലേ? ഞാൻ നിന്നെ പോലെ അത്ര ചീപ്പാണെന്ന് കരുതിയോ? ഒന്നും വാങ്ങില്ലേ? നിനക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കാനെന്നും പറഞ്ഞ് കുറച്ച് രൂപ വാങ്ങിച്ചു, അത്ര തന്നെ. ഓ, നീയൊക്കെ കൂടി എന്റെ വില കളയും. എന്നിട്ടാ ഫ്രൂട്ട്സ് അവിടെ? സോറി, നിനക്ക് വേണമായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ അമ്മച്ചി എടുത്ത് പോയി കുറച്ച് രൂപ വാങ്ങിച്ചോണ്ടിരാം.
വീരപ്പങ്കോട് പ്രഭാകരൻ സാർ. പ്രശാന്ത് പ്രശാന്ത് അത് തന്നെ, ഇത് പ്രശാന്ത്, അത് വേറെ. പോൾരാജ് സാറല്ലേ? അറിയോ? ഇതെന്ത് പറ്റി? അയ്യോ, എത്ര നല്ല നടനായിരുന്നു, പേരും കൂടി മറന്നുപോയി. ദിവസവും 2-3 നാടകം കളിച്ച് 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 ഉറക്കൊഴിച്ച് സംഭവിച്ചതായിരിക്കും അല്ലേ? എന്നെ ഓർക്കുന്നുണ്ടോ? അന്ന് ആലപ്പുഴയിൽ വെച്ച് ഉൾപ്രേക്ഷ കാണാൻ കണ്ടിട്ട് ഗ്രീൻ റൂമിൽ ഒന്ന് അഭിനന്ദിച്ച കുഞ്ഞിരാമനാണ് ഞാൻ. കാനായി കുഞ്ഞിരാമൻ. ശില്പി. അയ്യോ, ശില്പിയൊന്നുമല്ല, ഞാനും ഒരു കലാകാരനാണ്, നാടകാസ്വാദകൻ. കലാകാരന്മാരെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. ഒരാഴ്ചക്കകം സാറിന്റെ ഭ്രാന്തിയെ മാറ്റിത്തരും, ഇല്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റും. ഇവിടത്തെ സ്റ്റാഫിനും ലേശം വട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഞാൻ എന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്നോട് തനിച്ചാക്കിട്ടോ? നീ ഇതിനകത്ത് സേഫ് അല്ലേ? പേടിക്കാൻ എന്തിരിക്കുന്നു? ഞാൻ നിന്റെ വീട്ടിലും പോയി വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞിട്ട് നാളെ മടങ്ങിയെത്താം. നമ്മൾ എവിടെയെന്ന് അറിയാതെ അവർ കിടന്ന് വിഷമിക്കുന്നുണ്ടാവും. എന്റെ വീട്ടിൽ പോയി അത് ഇതും പറഞ്ഞു പിടിപ്പിച്ച നിന്നെ ഞാൻ. അതെ, ഇതിനകത്ത് കിടന്ന് ബോറടിക്കുകയാണെങ്കിൽ അമരത്തിലെ മമ്മൂട്ടിയുടെയും ഭരതത്തിലെ മോഹൻലാലിന്റെയും മിമിക്രിയാണ് ചൊല്ലു. എന്റെ മക പരൂഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. കാക്ക മലന്ന് പറക്കൂന്ന് പറഞ്ഞിട്ട് എന്തോ ആയി, മുണ്ടാട്ടം മുട്ടിപ്പോയ. അമ്മേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. പോളേട്ടന് ആളൊരു സുന്ദരനായിട്ടുണ്ടല്ലോ. പോളേട്ടന് സൗന്ദര്യം കൂടിക്കൂടി വരുന്നുണ്ടെന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി കറക്റ്റ്? വല്ല കോൾ എന്തോ ഒത്ത ലക്ഷണം ഉണ്ടല്ലോ പോളേട്ടാ. എല്ലാം പറയാം. നിങ്ങളിത് എവിടെയായിരുന്നു പോളെ? പ്രഭ എവിടെ? നമ്മുടെ കഷ്ടകാലം ഒക്കെ മാറിയമ്മേ. ആ. ഞങ്ങൾ വക്കച്ചന്റെ ട്രൂപ്പിൽ നിന്ന് പോന്നു. ഇപ്പൊ എറണാകുളത്തുള്ള ഒരു പുതിയ ട്രൂപ്പിലാ. ദിവസം 2 കളി വെച്ചുണ്ട്. അടുത്ത ആഴ്ച ഉത്തരേന്ത്യൻ ടൂറിന് പോകാനുള്ള തയ്യാറെടുപ്പില്ല. അതുകൊണ്ടാ പ്രഭ വരാഞ്ഞത്. 1 മാസം കഴിഞ്ഞേ വരൂ. ആ വിവരം ഇവിടെ ഒന്ന് പറയാൻ എന്നോട് പ്രത്യേകം പറഞ്ഞയച്ചു. ബോംബെയിലൊക്കെ ഡ്രസ്സിന് വളരെ വിലക്കുറവാ. ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തു തരാൻ പറയണം. എനിക്ക് ചുരിദാർ മതിയെന്ന് പറയണം. ഇതൊക്കെ നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരില്ലേ? എന്താ ഇത്? 2-3 ദിവസമായി അവന്റെ യാതൊരു വിവരവും ഇല്ലാതായപ്പോ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. ഈ അമ്മമാരൊക്കെ ഇങ്ങനെയാ. എങ്ങനെ? ഞാൻ എന്റെ വീട്ടിൽ ചെന്നപ്പോഴും ഇതേ സിറ്റുവേഷൻ ആയിരുന്നു. അമ്മ ഇതേ ഡയലോഗ്, ഇതേ റിയാക്ഷൻ. അടുത്ത ആഴ്ച ഇവളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. അവനില്ലാതെ എങ്ങനെയാ? അതിനെന്താ, അവരെ ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ. ഉത്തരേന്ത്യൻ ടൂർ കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഞങ്ങൾ അവരെ പോയി കണ്ടോളാം. ഇത് പ്രഭാകരൻ തന്നയിച്ചതാ. ഒരു കത്ത് എഴുതാൻ പറയണം. പറയാം. ഞാൻ ഇറങ്ങട്ടെ. മുതലാളി തന്നയിച്ച കാറാ. ഉടനെ മടങ്ങി ചെല്ലണം. ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ ഇപ്പൊ ചില്ലി ചിക്കനും ഫ്രൂട്ട് സാലഡും കഴിച്ചതേ ഉള്ളൂ. ആഹാ. അതെ, കെട്ടാൻ വരുന്നവൻ എന്നെ പോലെ സ്മാർട്ടാണെന്ന് പ്രത്യേകം നോക്കണേ.